ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നടി രേഖ രതീഷ് പറയുന്ന കാര്യം, അതായത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ഒന്നല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറയുക, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ലെവലിലുള്ള ഒരു കാര്യമാണ്. പിന്നെ അതും കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കമന്റ്സിന്റെ അടിയിൽ വരും യൂട്യൂബ് ഒന്ന് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഒന്ന് ഓഫാക്കി വെച്ചിരുന്നെങ്കിൽ. ഈ കമന്റ് ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കമന്റ് ഇടുന്നത് യൂട്യൂബ് തന്നെയാണ്, അപ്പൊ അതിൽ മാറ്റം വരാൻ പോകണമൊന്നുമില്ല. അപ്പൊ ഈ അവരോട്, ഈ നടിയോട് പറയാനുള്ള എന്താ വെച്ചാൽ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏത് യൂട്യൂബർ ആണ്, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് കൃത്യമായിട്ട് വ്യക്തതയോടെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ വെച്ചിട്ടാണ്? പിന്നെ ഇവരെന്നെ പറഞ്ഞ കാര്യമാണ്, അതായത് മുമ്പ് ഒരു ഇന്റർവ്യൂവില് ഇവിടെ കേൾക്കുന്ന കാര്യം അപ്പുറത്തെ ചെവിയും കൊണ്ട് വിടുകയാണ്. അതായത് ഒന്നും പേഴ്സണൽ ആയിട്ട് എടുക്കാറില്ല, പറയുന്നവര് പറഞ്ഞോട്ടെ, അപ്പൊ ഈ കാര്യം അതേപോലെ വിചാരിച്ചോട്ടെ എന്ന് ആക്കിയ പോരെ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ശ്രീ പിണറായി വിജയൻ സാറിന്, എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ. നിങ്ങളുടെ ആ ഒരു റിക്വസ്റ്റിന് എന്തായാലും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം നമുക്ക് എല്ലാ സമയവും ഒരേപോലെ നടക്കാൻ പറ്റില്ല. മുമ്പ് ഞാനിപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് എപ്പോഴും അതേപോലെ പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ആർക്കാണെങ്കിലും ഒന്ന് കൊള്ളും. ചില ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളും കമന്റ് സെക്ഷൻ ആയാലും തംബ്നെയിൽസ് ആണെങ്കിലും അവരുടെ കൺസേൺ അവരതിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളത് ആരാണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടിയും വെളിപ്പെടുത്തുന്നതായിരുന്നു. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ആരാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? കാര്യം പോലെ പറയാതെ ഇതേപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെയ്റ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതൊരു ക്ലോത്തിങ് ബ്രാൻഡ് അവര് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു പ്രൊമോഷൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കാണാൻ പറ്റിയ 2-3 തംബ്നെയിൽ എന്ന് പറയുമ്പോൾ അത് 2 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളൊക്കെയാണ്. 4 വിവാഹം കഴിച്ചു, ഇനി വയ്യം അടുത്തു, ഇനി ഒരു വിവാഹം ഉണ്ടാവില്ല, കാരണം പറഞ്ഞ് നടി രേഖ രതീഷ്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കാലന്റെ അമ്മായി കലാമണ്ഡലം സത്യഭാമ വന്നിട്ടുണ്ട്, ഇതിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട്. എന്താ നമുക്ക് നോക്കാം. 5 കല്യാണം സാരി മാറ്റുന്ന പോലെ നടത്തിയാൽ പിള്ളേര് വെറുതെ ഇരിക്കുമോ? നടി രേഖ രതീഷിനെ അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ. ഈ കാലനെ കാത്തിരിക്കണ തള്ളക്ക് വേറെ ഒരു വടിയില്ലാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അവർ 5 കല്യാണം കഴിക്കണോ, 4 കല്യാണം കഴിക്കണോ, 10 കല്യാണം കഴിക്കണോ എന്നുള്ള വരെയൊക്കെയുള്ള കാര്യം അവര് തീരുമാനിച്ചോളും. അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ആണ്. അപ്പൊ അതിൽ കയറി അഭിപ്രായം പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. 5 കല്യാണം കഴിച്ചവരെന്താ മോശമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഒരാളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവരെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതെന്താ കാര്യങ്ങൾ വേണ്ടിച്ച ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് ഇന്നത്തെ കാലത്ത് കുറവാണത് അറിയാലോ. ഇത് വെളുപ്പിനെയും കറുപ്പിനെയും പറയുന്ന പോലത്തുള്ള ബാക്കി കാര്യങ്ങളല്ല. ഒരാളെ പറ്റിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ 5 കല്യാണം 4 കല്യാണം, അവനവന്റെ കാര്യം കുറച്ചൊന്ന് നോക്കുക, എന്നിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ വരിക. ഈ നടി പറഞ്ഞ ഒരു കാര്യം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പേഴ്സണൽ ആയിട്ട് എടുക്കാറില്ല. അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും വിചാരിച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ ആൾക്കാരെ എക്സ്പോസ് ചെയ്യുക, അല്ലാതെ വാലും മൂടില്ലാതെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മേർപ്പുകൊണ്ട് വരും. ഇപ്പൊ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് യൂട്യൂബിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്.
നടി രേഖ രതീഷ് പറഞ്ഞത് ഇപ്രകാരം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇപ്പോഴല്ലേ നിങ്ങൾ ശരിക്കും വൈറലാവുന്നത്. അപ്പൊ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, എന്നിട്ട് വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് കൂടി അത് ബാധിക്കുന്ന കാര്യമാണ് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ന്യൂസ് ഉണ്ടാക്കാനാണെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം വ്യക്തതയോടെ പറയുക, അതൊക്കെ പറയാനുള്ളൂ. ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തോട്ട്സ് അവിടെ പറഞ്ഞു, അങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്നു എന്നുള്ളത്. അപ്പൊ അത് കറക്റ്റായിട്ട് ആരെ പറയുന്നതും കൂടിയുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തതയായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഇതിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.